ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് കാലിഫോർണിയയിലെ യൂസ്മിറ്റി നാഷണൽ പാർക്കാണ്. അതിമനോഹരമായ ഭൂപ്രകൃതിയുള്ളൊരു പ്രദേശമാണിത്. നമുക്കിവിടെ ഡ്രൈവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കാണാം. എന്ത് മനോഹരമാണെന്ന് നോക്കി ഈ തടാകം കാണാൻ. നമ്മൾ ആ തടാകത്തിനടുത്തേക്കാണ് ആദ്യം പോണത്. വാ, ഇത് ഭയങ്കരം തന്നെ കേട്ടോ. എന്തൊരു സീനിക്ക് വ്യൂ ആണെന്ന് നോക്കിയത്. നല്ല നീല കളറിലുള്ള ശുദ്ധമായ വെള്ളം. എന്താ ഒരു പ്രകൃതി ഭംഗി ഇവിടെ അല്ലേ. ഇനി നമുക്ക് തടാകത്തിൻ്റെ അടുത്തേക്ക് പോകാം. എന്ത് മനോഹരമായൊരു കാഴ്ചയെന്ന് നോക്കി. നല്ല കണ്ണുനീര് പോലെ ശുദ്ധമായ വെള്ളം. ഈ പർവ്വതങ്ങളുടെ താഴ്വരയിലായിട്ട് ഒരു തടാകം. എത്ര മനോഹരമായൊരു കാഴ്ചയത്. എന്തൊരു പ്രകൃതി ഭംഗി പ്രദേശമല്ലേ. മനോഹരം തന്നെ ഇട്ടത്. ഇനി നമുക്ക് ഈ നാഷണൽ പാർക്കിലൂടെ ഒരു സീനിക്ക് ഡ്രൈവ് നടത്താം. ആ ദൂരെയുള്ള പർവ്വതങ്ങൾ കണ്ടോ, എന്ത് ഭംഗിയത് കാണാം അല്ലേ. നവംബറിലിവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങും. ജൂൺ വരെ ഈ പ്രദേശം മൊത്തം മഞ്ഞിൻ്റെ അടിയിലായിരിക്കും. 9 ഫീറ്റ് വരെ ഉയരത്തിൽ മഞ്ഞ പ്രദേശത്തുണ്ടാവും. ഈ റോഡുകളെല്ലാം മഞ്ഞിൽ മൂടിപ്പോകും. ഈ പാർക്കിനകത്ത് ഫോണിന് റേഞ്ചോ അല്ലെങ്കിൽ നാവിഗേറ്ററോ ഒന്നും കിട്ടില്ല കേട്ടോ. പ്രിൻ്റഡ് മാപ്പ് നോക്കി വേണം ഇവിടെ ഡ്രൈവ് ചെയ്യാൻ. ധാരാളം കരടികളുണ്ട് ഈ പ്രദേശത്ത്. ഇവിടുത്തെ കരടികൾ മനുഷ്യരോട് അത്ര ഉപദ്രവമില്ല. എന്നിരുന്നാലും നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്നതിനാൽ ഇവിടുത്തെ വായുവിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ലഭിക്കുന്ന വായുവിൻ്റെ 60% ഓക്സിജൻ മാത്രമേ ഇവിടെ നിന്ന് ലഭിക്കുന്ന വായുവിലുള്ളൂ. അതുകൊണ്ട് മറ്റാരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഇവിടെ വന്നാൽ അവർക്ക് തലവേദന ഉണ്ടാവാനും ശ്വാസം മുട്ടലുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. എന്ത് പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് നോക്കിയത്. മനോഹരമായ മലഞ്ചെരുവുകളും പാറക്കെട്ടുകളും. ഇവിടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവം കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു.